വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മീനാണ്, മത്തിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. മത്തി നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം കേട്ടോ. നല്ല പോലെ ചുരണ്ടെടുക്ക് നല്ല വൃത്തിയാക്കി നല്ല കട്ട് ചെയ്തിട്ടെടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ വേണം നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ കുറേ 4 എണ്ണം നമുക്ക് എടുക്കാം. 4 എണ്ണം എടുക്കാം. അത് നമുക്ക് 4 എണ്ണം എടുത്തതിന് ശേഷം നല്ലപോലെ ചുരണ്ടിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇച്ചിരി പാടുണ്ട്. അപ്പം നമുക്ക് മുറിച്ചെടുക്കാം. അതുകൊണ്ട് അപ്പം നമ്മുടെ ഇതൊക്കെ എടുത്ത് തോലൊക്കെ വെട്ടി നല്ല സൂപ്പറാക്കി എടുക്കാം. ഇതുപോലെ വെട്ടിയെടുക്കണേ. അപ്പം അതിങ്ങനെ വെട്ടിയെടുക്കാം. അടുത്തത് ചുരണ്ടി, അടുത്തത് വെട്ടിയെടുത്ത്. ഓക്കെ, നമ്മൾ 4 എണ്ണം വെട്ടി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണം. ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ. ലേശം വെള്ളം മതി നമുക്ക്. അപ്പം ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ കൂടെ കുറച്ച് ദിവസം കളിക്കാൻ വന്നതാണ്. അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അനിയത്തി ഹായ് പറ. ഹായ്. അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് വൃത്തിക്ക് അങ്ങോട്ട് കഴുകി ചുരണ്ടി അങ്ങോട്ട് എടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് ചിരട്ടയിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നമുക്ക് കളയാം. ഈ വെള്ളമല്ലേ, അതൊന്ന് കളഞ്ഞതിന് ശേഷം ഈ മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി അങ്ങോട്ട് അരയ്ക്കാം. എന്തുവാ ഇത്, മറ്റേ നമ്മുടെ പുളി അങ്ങോട്ട് അരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാം ഈസിയാ. ഫസ്റ്റ് എല്ലാം അരച്ച് വെക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് അരച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമുക്ക് എണ്ണ എടുക്കാം. ലേശം എണ്ണ മതിയേ. അപ്പം എണ്ണ എടുത്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാമേ. കടുകെല്ലാം എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. സാരമില്ല, കടുകെല്ലാം കൂടെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇതും കൂടെ നമുക്ക് ഇതാക്കിയെടുക്കാം. എൻ്റെ തലയിൽ കൊതുക് വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കൊതുകിനെ ഹാപ്പി അടിച്ചതാണ് കേട്ടോ. നല്ല ചോരയൊക്കെ ഉണ്ട്. ഉലുവ നമുക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി അതിന് ശേഷം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളകിടാം. മുളക് പൊട്ടിച്ചിടാം. ഞാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എത്തി ചമ്മന്തി ഉണ്ടാക്കും. ഇരിക്കുന്ന പോത് നമുക്ക് മൊത്തം എന്താ ഈ ഇതൊക്കെ അങ്ങോട്ട് ഇതാക്കി എടുക്കാം. നമുക്ക് മൊത്തം മുളകും അങ്ങോട്ട് ഇടാം. അതിന് ശേഷം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. മൊത്തം ഇട്ടോ കേട്ടോ.
കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ചും കൂടെ എണ്ണ എടുക്കാം. എണ്ണ കുറച്ചും കൂടെ എടുക്കാം. ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു. ഓക്കെ, എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, സോറി. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം, നല്ല പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. എനിക്ക് കുറേ പുളിവെള്ളം ഞാൻ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുത്താൽ മതിയേ. കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. പുളി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. അടച്ച് നമുക്ക് ഇതങ്ങോട്ട് ആവട്ടെ. അപ്പത്തേക്ക് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാം. നമുക്ക് വാഴയില വെച്ചിട്ടാണ് കേട്ടോ അടയ്ക്കുന്നത്. അപ്പം വാഴയില വെച്ച് അടച്ചതിന് ശേഷം നല്ല മൂടി വെക്കാം. തിളയ്ക്കുമ്പോൾ പൊട്ടിയിരിക്കാതെ വേണ്ടിയിട്ട് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ അനിയത്തി ചെയ്യുന്നത്? മീൻ മുറിച്ച് വറുക്കാണ് അല്ലേ? ഓക്കെ, അപ്പൊ മീൻ മുറിച്ച് വറുക്കട്ടെ. അപ്പത്തേക്ക് നമുക്ക് അതിന്റെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിയുടെ സാധനങ്ങൾ എടുത്തിട്ട് നല്ല തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീൻ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ എന്ന് വെച്ചാൽ നല്ലപോലെ മീനൊക്കെ പോകുന്നുണ്ട്, സാരമില്ല, നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നിൽക്കാൻ എത്തിത്തരാം. നല്ലപോലെ ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നല്ലപോലെ തിളക്കട്ടെ. ഒന്നും കൂടെ നല്ലപോലെ മീനൊക്കെ നല്ല തിളച്ച് വരട്ടെ. തിളച്ച് വരട്ടെ. അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കിയാൽ നല്ല മീൻകറി കേട്ടോ, സൂപ്പർ മീൻകറി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മീൻകറി നോക്കിയേ, നല്ല മീൻകറി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്പൂണിങ് തന്നെ.